എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഗെയിം ചേഞ്ചർ കണ്ടിരിക്കുകയാണ്. നമ്മുടെ രാം ചരൻ്റെ ഗെയിം ചേഞ്ചർ. അതിനപ്പുറം പറഞ്ഞാൽ ഡയറക്ടർ ശങ്കറിൻ്റെ ഗെയിം ചേഞ്ചർ. ശങ്കർ ഇന്ത്യൻ 2 എന്നുള്ള സിനിമയോട് കൂടി ഒരുപാട് ചീത്തപ്പേര് നേടി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ ഒരു കാലത്ത് വർഷങ്ങളോളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡയറക്ടർ എന്നുള്ള പേര് ശങ്കറിന് മാത്രം സ്വന്തമായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ടാണ് രാജമൗലിയൊക്കെ തലപൊക്കി വന്നത്. അതുവരെ ശങ്കർ തന്നെയായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടർ. പക്ഷേ പുള്ളിക്കാരന് അവസാനമായി ഇപ്പോൾ എന്തോ സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ 2 കൂടി ഭയങ്കരമായ ഒരു അധപതനമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതാ ഗെയിം ചേഞ്ചർ വന്നിരിക്കുകയാണ്. തെലുങ്ക് മാത്രമല്ല തമിഴ് മൾട്ടി ലാംഗ്വേജ് ലെവലിലുള്ള ഒരു പാൻ ഇന്ത്യൻ എന്ന് പറയാൻ പറ്റില്ല, തെലുങ്ക് സിനിമ തന്നെയാണ്. അപ്പോൾ നോക്കാം ഗെയിം ചേഞ്ചർ എങ്ങനെയാണെന്ന്. ഗെയിം ചേഞ്ചർ ട്രെയിലറൊക്കെ കണ്ട് എൻ്റെ മനസ്സിലൊരു ഒരു ധാരണ ഉണ്ടായിരുന്നു. വേറെ ഒന്നും പോയതല്ല, ശങ്കറിൻ്റെ സിനിമയല്ലേ, കുറേ ഫ്രെയിമിൻ്റെ ഒരു മനോഹാരിതയും കുറച്ച് പാട്ടുകളും ഒക്കെ കണ്ട് നല്ല നിറവോടുകൂടി കണ്ണിന് കുളിർമയുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കണ്ടിട്ട് വരാം എന്നുള്ള ഇതിലാണ് ഗെയിം ചേഞ്ചർ കാണാൻ പോയത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് തന്നെയാണ് ഗെയിം ചേഞ്ചറിൽ നിന്ന് കിട്ടിയത്. കുഴപ്പമില്ല, നല്ലൊരു വിഷ്വൽ ട്രീറ്റൊക്കെ ആയിരുന്നു, അതിനൊന്നും യാതൊരു കുറവില്ല. പൈസയൊക്കെ വാരി എറിഞ്ഞിരിക്കുകയാണ്. ഓരോ ഫ്രെയിമിലും ലക്ഷങ്ങളും ആയിരങ്ങളും ഒക്കെ കാണാൻ പറ്റും എന്നുള്ള ഫ്രെയിമുകളാണ്. സിനിമയെപ്പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പുഷ്പയൊക്കെ പറ്റി പറയുന്ന പോലെ സിനിമ മൊത്തത്തിൽ ഒരു ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം എന്നുള്ള ഒരു എക്സ്പീരിയൻസ്. അരോചകമാണോ എന്ന് ചോദിച്ചാൽ അതിലെ ഒരുപാട് രംഗങ്ങൾ അരോചകമാണ്, സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്ലീഷയാണ്, ഡ്രാമയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇഷ്ടം പോലെയുണ്ട്. അത് പൊതുവേ ഒരു തെലുങ്ക് സിനിമയിൽ കാണുന്ന, പൊതുവേ ഈ കൊമേർഷ്യൽ തെലുങ്ക് സിനിമകളിൽ കാണുന്ന ഈ ബാലയ്യ സിനിമകളൊക്കെ കാണുന്ന പോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ പാസം, ഇതൊക്കെ നല്ല രീതിയിൽ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊന്നും യാതൊരു കുറവില്ല. എന്നാൽ അതിൽ കൊള്ളാമെന്നുള്ള കുറച്ച് ഫാക്ടേഴ്സ് മാത്രം ഞാനിപ്പോൾ എടുത്ത് പറയാം. പാട്ടുകളുടെ സിനിമാറ്റോഗ്രാഫി, ആ ഒരു മേക്കിംഗ് ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ കാണേണ്ട സാധനമായിരുന്നു ആ പാട്ടുകളുടെ മേക്കിംഗ്. ഒരു 3 പാട്ടെന്തേ ഉള്ളൂ. ആ 3 പാട്ടിൻ്റെയും മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ്. അതിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. പാട്ടുകൾ പൊതുവേ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പാട്ടും മറ്റേ മ്യൂസിക്കും തമനാണ്. സൗണ്ടും പാട്ടൊക്കെ വരുന്നത്, മ്യൂസിക് വരുന്നത് തമനാണ്. എനിക്ക് പാട്ടൊന്നും വലിയ ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പക്ഷേ കാണാൻ ഭയങ്കര സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ഇൻ്റർവെല്ല് കഴിഞ്ഞ് വരുന്ന ഒരു പാട്ട് രക്ഷയില്ലാത്ത ലെവലിലുള്ള ഒരു പാട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമാറ്റോഗ്രാഫി ക്യാമറയൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ കട്ട് കൂടുതലാണ്. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള കട്ട്സ്, ഒരു നല്ലൊരു ആക്ഷൻ സീൻ പോലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കട്ടുകളാണ്. ക്ലൈമാക്സ് ഒക്കെ ഗ്രാൻഡ് ലെവലിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമകളാണിപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിൽ എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നില്ല. ഈ ഒന്നും സമാധാനമായിരുന്നു കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. കട്ടുകൾ ഭയങ്കര, ഷോട്ടുകൾ കട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ സൗണ്ട് മിക്സ് നന്നായിരുന്നു. പിന്നെ ക്യാരക്ടേഴ്സിൽ പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കിടിലം എസ്.ജെ. സൂര്യയാണ്. നമ്മുടെ വില്ലൻ കഥാപാത്രത്തിൽ വന്ന എസ്.ജെ. സൂര്യ നല്ല നിറഞ്ഞാടിയിരിക്കുകയാണ്. പതിവ് പെർഫോമൻസ് തന്നെയാണ്, എങ്കിലും പുള്ളിക്കാരൻ്റെ പതിവ് പെർഫോമൻസാണ് എല്ലാവർക്കും ഇഷ്ടം. അത് തന്നെയാണ് ഇതിലും. അതിൻ്റെ അൾട്ടിമേറ്റ് ലെവലിൽ നല്ല കിടിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ക്യാരക്ടേഴ്സൊന്നുമില്ല. പിന്നെ ചെറുതാണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ നമ്മളെ സ്വന്തം ജയറാമിൻ്റെ പെർഫോമൻസ്. ഇപ്പോൾ തെലുങ്ക് സിനിമകളിലൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ജയറാം. ഇതിലുമുണ്ട് നല്ലൊരു റോള്, സൂപ്പർ കോമഡി റോളാണ്. ചളുവൊക്കെ ഒരുപാടുണ്ട്, എങ്കിൽ പോലും അവരുടെ ഇടയിൽ നിന്ന് ആ ഒരു കോമഡി പറയുമ്പോൾ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ചിരി വരും. ആ രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ്റെ പഴയ സ്റ്റൈൽ ഡയലോഗ് പ്രസൻറ്റേഷനും ആ ഒരു ഊർജ്ജമൊക്കെ നല്ല രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കിടിലം പെർഫോമൻസ് ആയിരുന്നു. മിക്ക സീനുകളിലും ഉണ്ട്. ഒരു സൈഡിൽ നിൽക്കുന്ന ആളാണ്, എന്തെങ്കിലും പറയുമ്പോൾ ഗോൾ അടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു റോള്. പക്ഷേ ഈ അടുത്ത കാലത്ത് അച്ഛൻ റോളൊക്കെ ചെയ്തു വരുന്ന ആൾ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സീനുണ്ട്, അത് കുഴപ്പമില്ല. സാധാരണ പൊതുവേ സിനിമയെ വെച്ച് നോക്കിയാൽ ആ രണ്ടാമത്തെ ഹാഫിൽ വരുന്ന ഒരു പാസ്റ്റ് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സീനുണ്ട്. അതാണ് എനിക്ക് ഇത്തിരി ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയത്. പിന്നെ ആ സിനിമയ്ക്കകത്ത് ക്വാളിറ്റിയുള്ള കുറേ രംഗങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അതായത് നിയമപരമായ കാര്യങ്ങൾ, ഐ എ എസ് ആണ് പുള്ളിക്കാരൻ, കളക്ടറാണ്. പിന്നെ രാഷ്ട്രീയക്കാരും IAS തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിയമങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫ്
സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് സീനുകൾ, കുറച്ച് പൊളിറ്റിക്കൽ സീൻ, SJ സൂര്യയും രാം ചരണുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. ആ സീനുകളൊക്കെ പിന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഇത് വരുന്ന പടത്തിൻ്റെ മിഡിലാണ്. തുടക്ക ഭാഗത്ത് വരുന്നത് പുള്ളിക്കാരൻ്റെ ഇൻട്രോ ഒക്കെ വെറും കൂറയാണ്, പൊട്ട ഇൻട്രോയാണ്. പിന്നെ റൊമാൻറ്റിക് സീനുകൾ അരോചകമാണ്, കോമഡികൾ മഹാബോറാണ്. സുനിൽ എന്ന് പറയുന്ന മറ്റേ പാർട്ടിയാണ് കോമഡിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ബോറാണ്, സഹിക്കാൻ പറ്റാത്ത ബോറാണ് കോമഡികൾ. പിന്നെ അമ്മയും മോനും തമ്മിലുള്ള പാസം, തനി നാടകം, ഈ സ്റ്റേജ് നാടകം തോറ്റുപോകുന്ന രീതിയിലുള്ള അതും കോമഡിയാണ്. ഈവൻ ഒരു അപകടം അവിടെ സംഭവിച്ചാൽ പോലും നമുക്ക് ചിരിയാണ് വരുന്നത്. ആ റേഞ്ചിലുള്ള രീതിയിലുള്ള ഇതൊന്നും തെലുങ്കർക്ക് ഇതുവരെ മടുക്കുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് അന്നും ഇന്നും ഇത് തന്നെ. പക്ഷേ ഈ സിനിമ ഒരു 2005 വരേണ്ട ഒരു സിനിമയായിരുന്നു. അത് കാലം തെറ്റി വന്നതാണ് എന്ന് തോന്നുന്നു. ഇന്ന് ഇത് കണ്ട ആരും ഇമ്പ്രസീവ് ആവില്ല. പക്ഷേ ഇത് ബാക്കിലോട്ട് പോകണം. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഫ്രെയിമിലും കോടികളും ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അത്രയ്ക്ക് ഗ്രാൻഡായിട്ടുള്ള മേക്കിംഗ് ആണ്, വൻ ആർട്ട് വർക്കാണ്. അതിനൊന്നും യാതൊരു ഇതുമില്ല. അത് കാണാൻ തിയേറ്ററിൽ പോവാം. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആർക്കെന്ന് ചോദിച്ചാൽ രാം ചരൺ എന്ന് പറയുന്ന വ്യക്തിയെ അമിതമായിട്ട് ആരാധിക്കുന്ന വ്യക്തികൾക്ക് ഈ സിനിമ വളരെ വളരെ ഇഷ്ടപ്പെടും. കാരണം പുള്ളിക്കാരൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ്. പുള്ളിക്കാരൻ അങ്ങോട്ട് പൈസ കൊടുത്ത് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സിനിമ എടുത്ത് തരുമോ എന്ന് ചോദിച്ച് എടുപ്പിച്ച പോലത്തെ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് അപ്പോൾ അതാണ് പുള്ളിക്കാരൻ്റെ ഇതാണ്. ചിലതൊക്കെ മഹാബോറാണ്. ചില ഭാഗത്തൊക്കെ പുള്ളിക്കാരൻ അഭിനയിക്കാൻ അറിയില്ല, ഒന്നും ശരിയാവുന്നില്ല. ഫസ്റ്റത്തെ പാട്ടിലെ ഡാൻസൊക്കെ വെറും കോമഡിയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, RRRലെ പാട്ടൊക്കെ ഡാൻസ് കളിച്ച പാർട്ടിയാണ്. പക്ഷേ പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ അടിപൊളി ഡാൻസൊക്കെ ഉണ്ട്. എവിടെയൊക്കെയോ സംഭവിച്ചു. മൊത്തത്തിൽ പടം കണ്ട് തീരുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യില്ല. കാരണം ഭയങ്കര സംഭവബഹുലമാണ്, ഭയങ്കര സ്പീഡാണ്, അതിനൊന്നും ഒരു കുറവില്ല. എഴുച്ചിലൊന്നൊരു സാധനമില്ല. പക്ഷേ കണ്ട് നമുക്ക് ശരിക്കും ബോറടിക്കും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ക്ലൈമാക്സൊക്കെ ഗ്രാൻഡ് വർക്കാണ്. പക്ഷേ എങ്കിൽ പോലും ഇത് കണ്ടിറങ്ങുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, കഴിഞ്ഞോ, വീട്ടിൽ പോകാം എന്നുള്ള ഒരവസ്ഥ. അങ്ങനെ മോശമെന്ന് പറഞ്ഞാൽ ഇത് പ്രതീക്ഷിച്ച് പോയാൽ മതി. അങ്ങനെ വേറെ എന്തോ പ്രതീക്ഷിച്ച് പോകണവർക്കാണ് മോശമെന്ന് തോന്നുന്നത്. ഇത് പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്ക് അത് തന്നെ കിട്ടും എന്നുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ അതാണ് ഗെയിം ചേഞ്ചർ. ഇതിനെപ്പറ്റി വലിയൊരു അഭിപ്രായമല്ല. ഇത് പൊതുവേ അങ്ങനെ തിയേറ്ററിൽ നിന്ന് മസ്റ്റ് വാച്ച് എന്ന് പറയുന്നൊരു പടമൊന്നുമല്ല. ഇതിൽ തിയേറ്ററിൽ കാണേണ്ട സാധനം ഇതിലെ ഒരു 3-4 പാട്ട്, അത് തിയേറ്ററിൽ തന്നെ കാണണം. എങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ പാട്ട് കാണാൻ വേണ്ടി മാത്രം സിനിമ കാണാൻ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം ഗെയിം ചേഞ്ചർ. ഞാൻ വെറുതെ പോയി കണ്ടു വന്നു കളഞ്ഞു, അങ്ങനത്തെ ഒരു അനുഭവം, അത്രയേ ഉള്ളൂ. പ്രതീക്ഷ തന്നെ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിരാശനൊന്നുമല്ല. ഓക്കെ, ബൈ.